ജാസ്മിൻ്റെ വാപ്പയും ഉമ്മയും ബിഗ് ബോസ് ഹൗസിൽ കയറിയപ്പം ചില കാര്യങ്ങൾ ജാസ്മിനെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. നിനക്ക് പുറത്ത് നിന്ന് കയറിയപ്പോൾ നിനക്കുള്ളതെല്ലാം ഇപ്പോഴും ഉണ്ട് എന്ന്. അഫ്സലാണ് ഞങ്ങളെ എയർപോർട്ടിൽ കൊണ്ടുവിട്ടത് എന്ന്. അത് ജാസ്മിൻ റസ്മിനോട് പറയുന്നുണ്ട്. ഒരു സ്വകാര്യ സംഭാഷണത്തിനിടയിൽ പറയുന്നു, അഫ്സലിക്കയ്ക്ക് തീരെ വയ്യാഞ്ഞിട്ട് പോലും അഫ്സലിക്കയാണ് ആ വാപ്പയും ഉമ്മയും എയർപോർട്ടിൽ കൊണ്ടുവിട്ടത് എന്ന്. അപ്പം അതൊക്കെ തന്നെയാണ്. പിന്നെ ഈ പാവ കൊടുത്തു വിട്ടത് അഫ്സലിക്കയാണ്. ആ പാവയെ കെട്ടിപ്പിടിക്കുന്നു, അതേ തലവെച്ച് കിടന്നുറങ്ങുന്നു. ഇപ്പോഴതാണ് നമുക്ക് കാണുന്നത്. ഗബ്രിയെ പറ്റി ഇപ്പം സംസാരിക്കുന്നതേ ഇല്ല ജാസ്മിൻ എന്തിനു വേണ്ടിയാണ് ഇവരിങ്ങനെ പറഞ്ഞത്? ഞാൻ ആദ്യമേ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു നേരത്തെ തന്നെ. ഒരു സൈക്കോളജിക്കൽ മൂവ്മെൻ്റ് തന്നെ ആയിരിക്കും ഇവർ നടത്തിയത് തൻ്റെ മകളെ രക്ഷിക്കാൻ. ഏതായാലും പുറത്തുള്ള അഫ്സലിനാണ് ഇതാകെപ്പാടെ പ്രശ്നമായി മാറിയത്. അഫ്സലിനെതിരെ നിരന്തരമായ ആക്ഷേപങ്ങളും ഒക്കെ ആയിട്ട് പലരും വീഡിയോ ഒക്കെ ചെയ്യാറുണ്ട്. അഫ്സൽ പറയുന്നു, അതിന് മറുപടിയായിട്ട് അഫ്സൽ ഒരു 3 പേജ് വരുന്ന ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ആരെയും എയർപോർട്ടിൽ വിട്ടിട്ടില്ല, ഞാൻ ആരെയും കാണാൻ പോയിട്ടില്ല എന്ന് അഫ്സൽ തുറന്ന് പറയുന്നു. പിന്നെ ആ പാവയുടെ കാര്യം, അത് നേരത്തെ ഞാൻ സ്നേഹമായിട്ടിരുന്നപ്പം ജാസ്മിന് അയച്ചു കൊടുത്തതാണ്. അത് ബിഗ് ബോസ് അകത്തേക്ക് കയറ്റിയില്ല. ഇപ്പം വാപ്പയും ഉമ്മയും പോയപ്പോൾ അത് നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തതാണ്. ജാസ്മിൻ്റെ വാപ്പയും ഉമ്മയും അകത്ത് കയറണമെന്നുണ്ടെങ്കിൽ ഈ പാവ കൊടുത്തു വിട്ടാൽ മാത്രമേ കയറത്തുള്ളൂ എന്ന് നിർബന്ധം പിടിച്ചതിൻ്റെ പ്രകാരമാണ് ഈ പാവ അകത്ത് കയറ്റി വിടുന്നത്. അത് അവരൊരു ഗെയിം കളിച്ചു. ആ വാപ്പയും ഉമ്മയും ഒരു ഗെയിം കളിച്ചു. കാര്യം തങ്ങളുടെ മകളെ രക്ഷപ്പെടുത്താൻ, നിനക്കൊന്നും നഷ്ടപ്പെട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തുവാൻ, ആ ഗെയിം സ്ട്രോങ് ആയിട്ട് കളിക്കുവാൻ വാപ്പയും ഉമ്മയും ചെയ്യുന്നത് പോലെ തന്നെ അവർ ചെയ്തു. ഞാനത് എൻ്റെ വീഡിയോയിൽ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇത് അഫ്സലൊന്നും അറിഞ്ഞു കാണത്തില്ല. ഇത് ഇവർ കളിക്കുന്ന ഒരു ഗെയിമാണ് ബിഗ് ബോസിൽ വാപ്പയും ഉമ്മയും കൂടി. അത് അവർ ഭംഗിയായിട്ട് കളിച്ചു തന്നെയാണ് അഫ്സലിൻ്റെ കുറിപ്പിൽ നിന്ന് ബോധ്യമാകുന്നത്. അഫ്സൽ പറയുന്നുണ്ട്, ഞാൻ ആദ്യമേ ഒരു പോസ്റ്റ് ഇട്ടു, നേരത്തെ തന്നെ അഫ്സൽ ഒരു പോസ്റ്റ് ഇട്ടു, ജാസ്മിനുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഇനി ജാസ്മിനെ പറ്റി യാതൊന്നും എന്നോട് ചോദിക്കരുത് എന്ന് ജാസ്മിന് കല്യാണം കുറിപ്പിച്ച അഫ്സൽ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പം എയർപോർട്ടിൽ കൊണ്ടുവിട്ടു എന്നൊക്കെ ബിഗ് ബോസിൽ പറഞ്ഞു കഴിഞ്ഞപ്പം അഫ്സലിന് നിരന്തരമായ ഡീഗ്രേഡിങ്ങും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. നീ പണത്തിന് വേണ്ടിയാണ് വീണ്ടും അവളുടെ പുറകെ പോയത്, നിനക്ക് പണം മാത്രം മതി എന്ന് തൻ്റെ മാതാപിതാക്കളെയും തനിക്കുമെതിരെ നിരന്തര ആശയം ഉന്നയിച്ചപ്പോഴാണ് ഈ പോസ്റ്റുമായിട്ട് ഞാൻ വരാൻ കാരണം എന്ന് പറയുന്നു. ഞാൻ മറ്റേ പോസ്റ്റ് ഇപ്പോഴും ഡിലീറ്റ് ചെയ്തിട്ടില്ല, കാരണം ഞാൻ വാക്കുമാറ്റി പറയില്ല എന്നാണ് അഫ്സൽ ഈ കുറിപ്പിൽ പറയുന്നത്. ഒത്തിരി കാര്യങ്ങൾ അഫ്സൽ ഈ കുറിപ്പിൽ ഉടനീളം പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, 3 പേജോളം വരുന്ന ഒരു കുറിപ്പ് തന്നെയാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അഫ്സൽ പറയുന്നുണ്ട്, ജാസ്മിൻ പുറത്ത് വന്നാലും 10-25 ദിവസം കഴിഞ്ഞാണെങ്കിലും ഇതൊക്കെ ഞാൻ വീണ്ടും ഇതിന് ഇരട്ടിയായിട്ട് ഡീഗ്രേഡിങ് ഏറ്റുവാങ്ങേണ്ടി വരും. കാരണം ജാസ്മിൻ എന്താണ് പുറത്ത് വരുമ്പോൾ പറയുന്നത്, ചിലപ്പോൾ ഒരു ഗെയിം തന്നെ സ്റ്റാർട്ട് ചെയ്യാനും സാധ്യതയുണ്ട് അഫ്സലും കുടുംബത്തിനും എതിരെയൊക്കെ. അതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്. ഏതായാലും അഫ്സൽ ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ജാസ്മിനുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്നും എയർപോർട്ടിൽ ഞാനല്ല ഈ കുടുംബാംഗങ്ങളെ കൊണ്ടുവിട്ടതെന്നും അഫ്സൽ ഉറച്ചു പറയുന്നു.